ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരട് വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. ഈ കരട് പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം 25 ലക്ഷത്തോളം പേരെയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ട്. എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് നൽകിയിരുന്നത്, അത് കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല, അതുപോലെ ഇനീഷ്യൽ വന്നിട്ടില്ല എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ പേര് കരട് പട്ടികയിൽ വന്നിട്ടില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയ വിവരങ്ങൾ വന്നിട്ടില്ല, ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പഴയ വോട്ടർ പട്ടികയിൽ നിന്നുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചെയ്തിട്ടുള്ളത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവുമായിട്ടുള്ള മാപ്പിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പൂരിപ്പിച്ച് നൽകിയ എന്യൂമറേഷൻ ഫോമിലുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്ത് നൽകിയിട്ടല്ല കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്യൂമറേഷൻ ഫോമിൽ നൽകിയ വിവരങ്ങളൊന്നും തന്നെ കരട് പട്ടികയിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന സംശയം, ഇത്തരത്തിൽ പേരിലോ ഇനീഷ്യലിലോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസൊക്കെ മിസ്റ്റേക്ക് ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോം 8 സബ്മിറ്റ് ചെയ്യുകയാണ്. ഫോം 8 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ തുടങ്ങിയ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമ്മുടെ പേര് കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ഒരു വിഭാഗം പുതിയ അപേക്ഷകൾ നൽകിയവരാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ പറയാം. പുതിയ അപേക്ഷകൾ നൽകിയതെല്ലാം തന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം അപേക്ഷകളൊന്നും തന്നെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്തതായിട്ടുള്ളത്, പഴയ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നവർ പുതിയ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ പേരില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇത്തരം ആളുകൾ പുതിയ വോട്ടർമാരായി ഫോം 6 വഴി അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന സംശയങ്ങളാണ് ഈ കരട് പട്ടികയിൽ പേരില്ലാത്തവരും പേരിലുള്ള തെറ്റുകളുള്ളവരുമൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.